മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ദാഹത്തോടെ കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ഈശോ നമ്മോട് സംസാരിക്കുന്നത് പോലെ ഈ വചനത്തെ കേൾക്കണം. എന്നോട് സംസാരിക്കുന്നത് പോലെ. നീ കരയുകയാണോ, നീ സന്തോഷിക്കുകയാണോ, ഏതവസ്ഥയിലാണെങ്കിലും കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. വീട്ടിലിരുന്ന് കരയുന്നവരുണ്ട്, രോഗശയ്യയുടെ അടുത്തിരുന്ന് പൊട്ടിക്കരയുന്നവരുണ്ട്, ആശുപത്രിയുടെ വരാന്തയിലിരുന്ന് കരഞ്ഞ് പ്രലപിക്കുന്നവരുണ്ട്, മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലിരുന്ന് ഇതികത്തിവ മൂഢരായി പൊട്ടിക്കരയുന്നവരുണ്ട്, ഇൻറ്റൻസ് കെയർ യൂണിറ്റിന് മുമ്പിലിരുന്ന്, ലേബർ റൂമിൻ്റെ മുമ്പിലിരുന്ന്, ഓർത്തോ വാർഡിൻ്റെ മുമ്പിലിരുന്ന്, കാർഡിയാക് സർജറി ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുമ്പിലിരുന്ന്, എന്തിനേറെ പേ വാർഡിൻ്റെ അടുത്തിരുന്നൊക്കെ കരയുന്ന മക്കളെ ഞാൻ കാണുകയാണ്. അവരെല്ലാവരെയും കർത്തൃകരങ്ങൾക്ക് ഏൽപ്പിക്കുകയാണ്. ഇതാ വചനം തരുന്നു. സങ്കീർത്തനം 30:2. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. മക്കളെ, എവിടെ നിലവിളി ഉയരുന്നുണ്ടോ അവിടെ ദൈവകൃപ ഒഴുകും. എവിടെ കണ്ണുനീര് വീഴുന്നുണ്ടോ അത് തുടയ്ക്കുവാൻ യേശു കടന്നു വരും. ഇന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആളുകളില്ല. തന്മൂലം രോഗവും പട്ടിണിയും വന്ധ്യതയും ഗർഭച്ഛിദ്രവും പെടുമരണവും അപകടമരണങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ കരഞ്ഞു പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ എല്ലാ വിധത്തിലുള്ള രോഗത്തിലും കർത്താവ് ഇടപെടും. വിട്ടുമാറാത്ത പനി, എല്ലുപൊളിയുന്ന വേദന, അതുപോലെ തന്നെ തല കറങ്ങി വീഴുന്ന അവസ്ഥ, ഫിക്സിൻ്റെ രോഗപീഠകൾ, ഉറക്കമില്ലാത്ത അവസ്ഥ, ഉദരസംബന്ധമായ രോഗങ്ങൾ, ക്യാൻസർ, ട്യൂമർ, കിഡ്നി എന്നീ രോഗം ബാധിച്ചവർ, ഹൃദയരോഗികൾ, ഇപ്രകാരമുള്ളവർ ഇന്ന് രാത്രിയിൽ തന്നെ നീ കരഞ്ഞ് പ്രാർത്ഥിക്കുക, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് നിന്റെ പക്കലേക്ക് സുഖപ്പെടുത്താൻ കടന്നു വരും. കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവം പ്രസാദിച്ച് നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ ഈശോ കാത്തു നിൽക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ കണ്ണുനീരുയരുന്ന സ്ഥലങ്ങളിലേക്ക് നിൻ്റെ കരങ്ങൾ നീട്ടണമേ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, നമ്മുടെ പ്രാർത്ഥനാ ശുശ്രൂഷകളോടും, ഇത് ഷെയർ ചെയ്യുന്നവരോടും, ഇത് എത്തിച്ചേരുന്നവരുടെ അടുത്തും അത്ഭുതകരമായ സൗഖ്യങ്ങൾ, അത്ഭുതകരമായിരിക്കുന്ന അടയാളങ്ങൾ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.